മറ്റു വാർത്തകൾ നോക്കാം. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞ് അപകടമുണ്ടായ ക്ഷേത്രത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ സന്ദർശനം നടത്തി. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും മന്ത്രി കണ്ടു. ആരെയും സംരക്ഷിക്കില്ലെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വളരെ ദാരുണവും നാടിനെ ഒരുപോലെ ഞെട്ടിച്ചതുമായ വലിയ ദുരന്തത്തിനാണ് ഈ പ്രദേശവും ക്ഷേത്രവും സാക്ഷ്യം വഹിച്ചത്. മുമ്പൊരിക്കലും അങ്ങനെയൊരു അനിഷ്ട സംഭവം ഇല്ലാതിരുന്ന ഒരു പ്രദേശവും ക്ഷേത്രവുമാണിത്. അതുകൊണ്ട് തന്നെ ആ നടുക്കം, അതിന്റെ ആഘാതം വളരെ വലുതായി ജനങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. സംഭവം അറിഞ്ഞ ഉടനെ തന്നെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും ജില്ലാ ഭരണകൂടത്തിന്റെ മേധാവികളും പോലീസും എല്ലാം ഇവിടെ എത്തുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാവിലെ 11 മണിക്ക് ബന്ധപ്പെട്ടവരെല്ലാം ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. നാട്ടാന പരിപാലന ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. രണ്ടാമത്, വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര ശ്രദ്ധ കാണിച്ചു എന്ന സംശയം ജില്ലാ ഭരണകൂടവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ നിയമപരമായി നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, നാട്ടാന പരിപാലന ചട്ടത്തിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്ന് മന്ത്രി പറയുന്നു. അതേസമയം തന്നെ ക്ഷേത്രത്തിൽ അങ്ങനെ വീഴ്ച പറ്റിയതായി തോന്നുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ ചുരുക്കത്തിൽ ഇതിൽ ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചത്, എങ്ങനെയാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായത് എന്നൊരു നിഗമനത്തിലേക്ക് ഈ ഉദ്യോഗസ്ഥ സംഘം എത്തിയിട്ടുണ്ടോ? അതാണോ, അത് കൃത്യമായി മന്ത്രിക്ക് ധാരണയുണ്ടോ? അങ്ങനൊരു കൃത്യമായ ഒരു കണ്ടെത്തലിലേക്ക് ഉദ്യോഗസ്ഥ സംഘം എത്തിയിട്ടില്ല. പലതരം ഈ വെടിക്കെട്ട് നടന്നതാവാം, അല്ലെങ്കിൽ ഈ ആനയുടെ ഫിറ്റ്നസ് പോലുള്ള കാര്യങ്ങളൊക്കെ ആവാം എന്നത് സംബന്ധിച്ചുള്ള പലതരത്തിലുള്ള നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്കിപ്പോൾ ഇപ്പം ക്ഷേത്രം ഭാരവാഹികളുണ്ട്, അവരൊക്കെ ഒരു പുതിയ ഒരു ചിന്ത മുന്നോട്ട് വെക്കുകയാണ്. കാരണം ഇപ്പോൾ തന്നെ സമൂഹത്തിലുണ്ട് ഈ ആനകളെ ഒഴിവാക്കിയുള്ള ഉത്സവം എന്ന രീതിയിലേക്ക് അത്തരം ചില ആലോചനകൾ ഈ ക്ഷേത്രത്തിൽ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ വളരെ ഗൌരവമായി ആലോചിക്കുന്നു ആനയെ ഒഴിവാക്കാൻ. ഞങ്ങളത് തീർച്ചയായിട്ടും വളരെ ഗൌരവത്തോടെ കാണുകയാണ്. കാരണം ഈ മഹോത്സവങ്ങളൊക്കെ മഹോത്സവങ്ങളൊക്കെ ഭീകര ദുരന്തങ്ങളായി മാറുന്ന ഒരു വർത്തമാനകാലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാരണം ഇന്നലെയോളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അമ്മയാണ് അമ്മുക്കുട്ടി അമ്മ എന്ന് പറയുന്നത് ലീലേടത്തി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഏടത്തി എന്ന് വിളിക്കുന്നത്. കാരണം ഈ ക്ഷേത്രത്തിൽ എപ്പോഴും പാലൊക്കെ കൊടുത്തുകൊണ്ട് അങ്ങേയറ്റം ക്ഷേത്ര വിശ്വാസിയെ നടക്കുന്നതാണ് ലീലേടത്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഏടത്തി എന്ന് കൂട്ടിയാണ് അവരെ വിളിക്കുന്നത്. മറ്റൊന്ന് രാജേട്ടൻ. ഇവരൊക്കെ തന്നെ ഈ ക്ഷേത്രവുമായിട്ട് അങ്ങേയറ്റം ബന്ധപ്പെട്ടവരാണ്. അവരാണ് നമ്മളെ വിട്ട് എന്നേക്കുമായിട്ട് ഇല്ലാന്ന രീതിയിൽ നമ്മളെ വിട്ടുപോയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഭീകരമായ ദുരന്തത്തിൽ നിന്ന് നമ്മൾ എത്ര സ്ത്രീകളും കുട്ടികളും പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ എടുത്തിട്ട് അമ്മമാര് ഭീകരമായി ഓടുന്ന രംഗം നമുക്ക് വല്ലാണ്ട് വേറെയിരിക്കുകയാണ് ആ രംഗം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഈ ഒരു പൊതുസമൂഹം ശരിക്കും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. കാരണം പണ്ട് നമുക്കറിയാം, പണ്ട് കോഴി അറവൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മൃഗബലി ഏറ്റവും കൂടുതൽ നടന്നൊരു കാലമായിരുന്നു നമ്മളെ കേരളത്തിലെന്ന് പറയുന്നത്. എന്നാൽ ആ മൃഗബലി ഇന്ന് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് ക്ഷേത്രങ്ങൾക്ക് എവിടെയും ചൈതന്യം നഷ്ടപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നില്ല. എവിടെയും ഉത്സവങ്ങളൊക്കെ വീണ്ടും വളരെ ഭംഗിയെ നടക്കുകയും ക്ഷേത്രങ്ങളൊക്കെ അങ്ങ് പുനരുദ്ധാരണത്തിലൂടെ വളരെ മഹാക്ഷേത്രങ്ങളായി മാറുകയാണെന്ന് നമ്മൾ ഈ വർത്തമാനത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞങ്ങൾ ഇന്ന് മേശാന്തിയോട് സംസാരിച്ചു. മേശാന്തി അദ്ദേഹം ഇന്നലെ തന്നെ ഞങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്, ആന വേണമെന്നില്ല, പകരം തേരോ അല്ലെങ്കിൽ രഥമോ ആവാമെന്ന് മേശാന്തിയാണ് പറയുന്നത്. അദ്ദേഹം പെരുമ്പള്ളി മന ഇല്ലാത്തുള്ളതാണ്. പെരുമ്പള്ളി മന ഇല്ലാന്ന് പറഞ്ഞാൽ തന്ത്രശാസ്ത്രങ്ങളൊക്കെ അങ്ങേയറ്റം പഠിച്ചവരാണ്. അവരും നമുക്ക് ഇന്ന് ഞങ്ങളെ മേശാന്തിയാണ്, അവരും ഇന്ന് നമ്മളോട് പറഞ്ഞത് അങ്ങനെയാണ്. കാരണം ആന ഒഴിവാക്കി തേരോ രഥമോ ആക്കാം. സത്യത്തില് അതാണ് ചിന്തിക്കേണ്ടത്. ശരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ നാടിന് എല്ലാവർക്കും എന്ത് ചെയ്യും, വളരെ ധൈര്യത്തോടു കൂടി ഉത്സവം നേരിട്ട് വന്ന് കാണാനുള്ള ഒരു സൗകര്യമാണ് ഒരുക്കുന്നത്. ശരിക്കും അതിനെക്കുറിച്ചൊരു വലിയ ചിന്ത, അത് പൊതുജനങ്ങളെ നമ്മൾ, പ്രത്യേകിച്ചും ഭക്തന്മാരെ നമ്മളത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് നന്നായിട്ട് ഇടപെടേണ്ടി വരും. ഈ ഒരു ദുരന്തം ഒരുപക്ഷെ അവരുടെയൊക്കെ മനസ്സ് മാറ്റി ചിന്തിപ്പിക്കാൻ സാധ്യതയുണ്ടാവും. അതുകൊണ്ട്
ഞങ്ങൾ ഇതൊരു വലിയ ഗൗരവത്തിൽ എടുക്കുന്നുണ്ട്. പൊതുസമൂഹം തീർച്ചയായും അതാണ് ഈ ദുരന്തത്തിന് ശേഷം നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു പോസിറ്റീവ് കാര്യം. അതാണ് വലിയ ചർച്ചകൾ സമൂഹത്തിൽ വരണം. ഒരുപക്ഷെ നമ്മൾ ഈ ക്ഷേത്രത്തിൽ അടുത്ത വർഷത്തെ ഉത്സവത്തിൽ വരുമ്പോൾ ആനയെ കാണാൻ കഴിയില്ല എന്നാണ് ഇവരുടെ ഒരു വികാരം. ഇല്ലേ, അടുത്ത വർഷം ശരിയാണ് ഉണ്ടാവുന്നതാണ് നമ്മൾ അതിൽ പലതും മാറ്റം വരുത്താമല്ലോ നമുക്ക് ഇവിടെ എന്തെല്ലാം വേണം അതൊക്കെ മാറ്റം വരുത്താം. അല്ലെങ്കിൽ പുരോഗമനം ആവശ്യമില്ലേ, മാറ്റത്തിലേ ആയിരിക്കണം, മറ്റേ ചീത്തയായി പോകുന്നത്. നിങ്ങളൊക്കെ പൂർണ്ണ പിന്തുണ. തീർച്ചയായിട്ടും ഒരു പുനരുദ്ധരണം അത്യാവശ്യമാണ്. ഈ കേരളത്തിൽ മൊത്തമായിട്ട് എല്ലാ അമ്പലങ്ങളിൽ നിന്നും ആന ഒഴിവാക്കേണ്ട ആവശ്യം പണ്ടേ താമസിച്ച ഒരുപാട് ജീവൻ ഇങ്ങനെ പൊലിഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ കേൾക്കുന്ന മാത്രമാണ്. ഇപ്പൊ നേരിട്ട് കാണാനുള്ള അവസരം നമുക്ക് ഭയങ്കര ദുഃഖകരമായ കാര്യമാണ്. ഇത് എന്തായാലും ഭയങ്കര ആ വിഷമം ഇതുവരെ തീർന്നിട്ടില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇതൊരു ചാനൽ ചർച്ച നടത്തി ഇനി എങ്ങനെ സപ്പോർട്ട് ചെയ്യണം, ജനങ്ങൾ സപ്പോർട്ട് ഇപ്പോഴത്തെ എങ്ങനെ തീർച്ചയായും നേരിട്ട് കാണുമ്പോൾ അനുഭവം വെച്ച് മാറ്റം വേണം എന്നുള്ള ഒരു അത്യാവശ്യമാണ്. ഇതാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. നമ്മൾ രാവിലെ വന്നപ്പോൾ ഇവിടുത്തെ പൊതുവികാരം ആണ് ഇതിനി ആനയെ ഉത്സവപ്പറമ്പിലേക്ക് കയറ്റേണ്ടതില്ല, അല്ലെങ്കിൽ തേര്, രഥം തുടങ്ങിയവയിൽ ദേവനെ എഴുന്നള്ളിക്കണം എന്നാണ് തന്ത്രശാസ്ത്രത്തിൽ പറയുന്നത്. ഒരു വാഹനം മതി, അത് ആന തന്നെ വേണമെന്നില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള ഗൌരവതരമായ ചർച്ചകൾ ഉയർന്നു വരുമെന്ന് കരുതാം. എന്തായാലും കൊയിലാണ്ടിയിലെ ഈ ക്ഷേത്രത്തിൽ അവിടെ മാത്രമല്ല, ഒരു അപകടമുണ്ടായപ്പോൾ ആ ക്ഷേത്രത്തിൽ മാത്രമല്ല കേരളത്തിൽ ഉടനീളം ഉണ്ടാവേണ്ട ഒരു ചിന്തയാണ് ഒരു വന്യമൃഗമായ ആനയെ മെരുക്കി നിർത്തി അതിന്റെ പ്രതികൂലമായ നിരവധി സാഹചര്യങ്ങളിൽ അതിനെ കൊണ്ട് നിർത്തുമ്പോൾ അത് എപ്പോൾ വേണമെങ്കിൽ അതിന്റെ ഒരു വന്യമായ സ്വഭാവം പുറത്തേക്ക് എടുക്കാം എന്നുള്ളത് ഏറ്റവും സ്വാഭാവികമായ കാര്യമാണ്. അതുണ്ടാക്കുന്ന അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അതിനെ മാറ്റി നിർത്തുക, ഉപദ്രവിക്കാതിരിക്കുക, അതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ എന്തായാലും ആ ക്ഷേത്രം ഭാരവാഹികളും നാട്ടുകാരും എടുക്കുന്ന വികാരത്തോട് കേരളത്തിലെ മറ്റ് പല ആഘോഷ കമ്മിറ്റിക്കാരും അല്ലെങ്കിൽ മറ്റ് ദേവാലയങ്ങളിലുള്ളവരൊക്കെ അതിന് സമാനമായ ചിന്തയിലേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷെ ഒരു അപകടം ഉണ്ടാവേണ്ടി വരുന്നു ഇത്തരം ചിന്തകളിലേക്ക് വരാൻ എന്നത് മാത്രമാണ് വിഷമം ഉണ്ടാക്കുന്ന കാര്യം. MS അനീഷ് കുമാറാണ് കൊയിലാണ്ടിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.